ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പ്രലയൻ എങ്ങനെ തയ്യാറാക്കണമെന്നും ബട്ടർ സ്കോച്ച് സോസ് എങ്ങനെ തയ്യാറാക്കണതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതിയാവും. ഇനി ടിന്നിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിന്നിൻ്റെ അളവിലായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. സൈഡ് ഭാഗത്തായിട്ടും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം കുറച്ചും കൂടെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ബൗളും ഒരു അരിപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പയും ബൗളും നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. കുറഞ്ഞതൊരു 3 വട്ടെങ്കിലും ഇത് അരിച്ചെടുക്കണം. അപ്പം ഞാൻ 3 വട്ടം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ടിത് പൊന്തി വരണതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുപോവാം. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് എടുക്കണം ഈ ബൗൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ട് കിട്ടില്ല. നമുക്ക് മുട്ടൊന്നും നന്നായി പൊന്തി വരില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇടരുത്, കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് വേണം മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല സ്ലോവിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. അപ്പം നമ്മളെ കേക്ക് ഹാർഡായിട്ട് പോകും. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ട. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം ഞാനിത് ഈ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേസ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ടിന്നിലോട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്നും ടേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സ്റ്റാൻഡിലായിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ നമ്മൾ സെൻറ്ററിൽ വേണം സ്റ്റാൻഡ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 30-35 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ആ ടൈമിൽ നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൻ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ട് ബട്ടർ ആണെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ നമ്മൾ സോസ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. നന്നായി ആറി തണുത്ത് വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. അടുത്തത് നമുക്ക് പ്രലയൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ബദാമോ പീനട്ടോ കാഷ്നട്ടോ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് ശേഷം ഇത് ചൂടാറി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ടൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടരുത്. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ട് ബട്ടർ ആണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ നമ്മളിത് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഇതിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലോട്ടിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. നമുക്ക് ചൂടാറി തണുത്ത് വരുമ്പോൾ നല്ലൊരു കട്ടി പരുവത്തിലായിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒടിച്ച് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്രലയനും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അടുത്ത നമ്മൾ കേക്ക് ഒന്ന് ബേക്കായി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ജസ്റ്റ് ഒന്ന് ചെറുതായി ചൂടാറി വരുമ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് നന്നായി ചൂടാറി വന്നതിന് ശേഷം നമ്മൾ കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്ത നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ച് ഒരു 1.5 മണിക്കൂർ തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഈ ബൗളിലോട്ട് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബീറ്ററിൻ്റെ ബ്ലേഡ് ചൂടാവണ്ടെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്രീം കറക്റ്റ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ട് നല്ലൊരു തിക്ക് പരുവത്തിലായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ബൗള് ഇങ്ങനെ കമഴ്ത്തി പിടിക്കുമ്പോൾ വീഴാത്ത പരുവത്തിൽ വേണം നമുക്ക് ഈ ക്രീം കിട്ടാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവം. അടുത്തത് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ ലെയർ ഒരു കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പ്രേ കുപ്പിയിലാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കുപ്പിയില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് ഞാൻ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് എന്തോരം ക്രീം വേണമെങ്കിലും പരത്തി കൊടുക്കാം. അതിന് ശേഷം ഞാൻ നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പ്രലൈനും ഇട്ട് കൊടുക്കാം. ബട്ടർ സ്കോച്ച് സോസ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പ്രലൈനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര നന്നായി തിളപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് അത് നന്നായി തണുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കേക്കുമ്മൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ക്രീം പറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് സോസും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രലൈനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ബട്ടർ സ്കോച്ച് സോസും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം വെച്ചിട്ട് ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡിലും മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് കേക്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ നോസിൽ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡിസൈൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നടുവ് ഭാഗത്തായിട്ട് ഒരു പൂവും വരച്ച് കൊടുക്കുന്നുണ്ട്. കടിയിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് പ്രലൈനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രലൈൻ ഇടുന്നതിനനുസരിച്ച് നമ്മൾ കേക്കിൻ്റെ ടേസ്റ്റ് കൂടി വരുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.